ഇന്ന് ഞങ്ങൾ തറവാട്ടമ്പലത്തിൽ വന്നാക്കിയാണ്. ഈ വാച്ചാക്കൽ ആണ് സ്ഥലം. വാച്ചാക്കൽ വിഷ്ണുമായ ക്ഷേത്രം എന്നാണ് അമ്പലത്തിൻ്റെ പേര്. ചേട്ടൻ ഇവിടെ നിൽക്കുന്നുണ്ട്. ഇന്ന് നമ്മുടെ ചെറുപ്പാണ് ഇവിടെ ഇങ്ങനെ വന്നതാണ്. പിന്നെ ഇവിടെ അടുത്തുണ്ട് ഒരു പാടമാണിത്. ഇപ്പം നെൽകൃഷിയൊക്കെ ഉണ്ടാകുന്ന സ്ഥലം. ഇപ്പം നെൽകൃഷിയൊന്നും ഇല്ലാണ്ട് വെറുതെ അതും ഇതൊക്കെ പുല്ലും കാടൊക്കെ ആയിട്ട് നിൽക്കുകയാണ് ഈ സ്ഥലം. നെൽകൃഷി ഉണ്ടായിരുന്നപ്പോൾ നല്ല ഭംഗിയായിരുന്നു. പക്ഷെ ഇപ്പം ഇതൊക്കെ നശിച്ചു പോയ കാരണം ആകെ ഇത് പിടിച്ച് കിടക്കുകയാണ്. കാട് പോലെ ചെളിയായിട്ട് കിടക്കുകയാണ്. നേരത്തേക്കാ ഇവിടെ നിറച്ച് നെൽകൃഷിയുള്ളപ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഇപ്പം എൻ്റെ വീടുള്ള അടുത്തും ഇഷ്ടംപോലെ പാടങ്ങൾ, ഇതുപോലത്തെ പാടങ്ങൾ കണ്ണെത്താത്ത രീതിയിൽ പാടങ്ങളുണ്ടായിരുന്നു. എന്നിട്ട് സ്കൂളിലൊക്കെ പോയി വരുമ്പോൾ ആ പാടത്തിൽ കൂടി പോകുമല്ലോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പുറത്തുനിന്ന് നോക്കുന്നവർക്ക് നമ്മളെ കാണാൻ പറ്റില്ല. കാരണം നമ്മളേലും പൊക്കത്തിൽ ഈ നെൽച്ചെടി വളർന്ന് നിൽക്കണിരിക്കും. അത്രക്ക് നല്ല പച്ചത്തായിരിക്കും. ഇപ്പോൾ സിനിമയിലൊക്കെ കാണാറില്ലേ, തമിഴ്നാട്ടിലൊക്കെയാണ് ഇപ്പം അങ്ങനെയൊക്കെ കാണുന്നത്. നമ്മുടെ നാട്ടിലൊന്നും കാണാറില്ല. ഇതിപ്പോൾ ഇലമ്പായി കിടക്കുന്ന ഈ സ്ഥലം. ഇവിടെ ഇതിൻ്റെ അരികത്ത് വേസ്റ്റൊക്കെ ഇട്ടത് കാട് പിടിപ്പിച്ചിട്ടാക്കിയാണ്. ഇവിടെ ഈ തൊട്ടരികത്ത് തന്നെ, ഈ പാടത്തിൻ്റെ അരികത്ത് തന്നെ ആൾക്കാർ വേസ്റ്റൊക്കെ കൊണ്ടുപോയിടും. ഇങ്ങനെ ഇത് കാട് പിടിച്ച് ഇങ്ങനെ എന്ത് ചെയ്യാനാണല്ലോ ഇങ്ങനെയൊക്കെ. അമ്പലത്തിൽ പാട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വിളക്കിടുന്ന നേരത്തിന് മുമ്പായിട്ടാണ് വന്നേക്കണം. വിളക്കിടാൻ ഒരു 6 മണിക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫോൺ വിളിച്ച് പറയും ഉടനെ. അങ്ങനെ 6 മണിയായപ്പോഴേക്കും ഞങ്ങൾ എത്തിയിട്ടുണ്ട് ഇവിടെ. വിളക്കിടുന്ന നേരം ആയിട്ടില്ല എന്നാണ്. വിളക്കിടുന്ന നേരം ആകുമ്പോഴേക്കും ശാന്തി പറയും. എന്നിട്ടാണ് ഇടാനായിട്ട്. പിന്നെ ചേട്ടൻ്റെ പേരിലുള്ള ചെറുപ്പാണ് ഇവിടെ. ഈ പാടത്ത് താറാവുകളാണ് കേട്ടോ നിറച്ച് നിൽക്കുന്നുണ്ട്. താറാവാണോ കൊക്കാണോന്നറിയില്ല. കൊക്കാണോ താറാവുകളല്ലത്. എന്തോ നിൽക്കണ്ട അവിടെ. എന്താണെന്ന് മനസ്സിലാവണില്ല. നിറച്ച് നിൽക്കണ്ട അവിടെ. താറാവിനെ ഈ നേരത്ത് അഴിച്ച് വിടൂലല്ലോ. താറാവല്ലത്, വേറെന്തോ ആണ്. എനിക്ക് തോന്നുന്നത് കടലിൽ അല്ല, ഈ പുഴയിൽ നടക്കണ എന്തോ പക്ഷികളാണെന്ന് തോന്നുന്നു. കൊക്കാണത്, കറുത്ത കൊക്കുകൾ. താറാവല്ലട്ടാ, കറുത്ത കൊക്കാണത്. കൊക്കുകളാണ് ഇരിക്കുന്നത്. വെള്ളക്കൊക്കല്ല, വേറെ കറുത്ത കൊക്ക്. വെള്ളക്കൊക്ക് വേറെ ഉണ്ട്. അല്ലാതെ ചിറകടിക്കണുണ്ട കറുത്ത കൊക്കുകൾ. അല്ല ചിറകടിക്കണുണ്ട. ആ ചെറുമീനുകളെ പിടിക്കാൻ വന്നിട്ടാണ്. നമ്മൾ അടുത്തോട്ട് എന്നാൽ പറന്നു പോകും. അകലെ പറന്നു പോകണുണ്ടല്ലോ. വേസ്റ്റ് ഇടരുന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ വേസ്റ്റ് ഉണ്ടെന്നറിയാം അല്ലേ. ഇവിടെയൊക്കെ നിറയെ വേസ്റ്റുകളാണ്. നേരത്തേക്ക് ഇങ്ങനെ ഇത് എൻ്റെ വീടിൻ്റെ അടുത്ത സ്ഥലം തന്നെയാണ്. 2-3 സ്റ്റോപ്പ് ഇപ്പുറമുള്ളൂ. അപ്പം എൻ്റെ വീടിൻ്റെ അവിടെയും ഇങ്ങനെ പാടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കൊയ്ത്ത് കഴിഞ്ഞ് ഇങ്ങനെ ഒരു കെട്ടൊക്കെ ഉണ്ട് ഇവിടെ. കെട്ടെന്ന് വെച്ചാൽ മീൻ വളർത്തുന്ന കെട്ടൊക്കെ. കൊയ്ത്തിൻ്റെ ടൈം കഴിയുമ്പോൾ കെട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇത് വേസ്റ്റ് കൊണ്ടുപോയിട്ട് നമുക്ക് ഒന്നാമത്തെ പണിയെടുക്കാനും മടിയാണല്ലോ. നമുക്ക് കൃഷി ചെയ്യാൻ മടിയുള്ള കാരണമാണ് കൂടുതൽ ഇങ്ങനെ ആവണം. പക്ഷെ നെല്ല് വിതച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള നെല്ലൊക്കെ കിട്ടും. നല്ല ടേസ്റ്റാണ് ആയിരിക്കും. ഇതേ പൊക്കാളി അരി എന്നാണ് ഇതിൽ നിന്ന് കിട്ടണ അരി. പൊക്കാളി പാടങ്ങളായിരുന്നു. അപ്പം ഞാനൊക്കെ പണ്ടൊക്കെ കഴിച്ചിട്ടുണ്ട് എൻ്റെ ചെറുപ്പത്തിലേക്ക്. പക്ഷേ നല്ല ടേസ്റ്റ്. അതിൻ്റെ ചോറ് കഴിക്കണതിലും ടേസ്റ്റ് കഞ്ഞി കുടിക്കണതാണ്. എന്നുവെച്ചാൽ നമുക്ക് ആ ടേസ്റ്റ് ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ. പിന്നെ ഈ കണ്ടാകെ വൃത്തിഹീനായി കിടക്കേണ്ട. ഇപ്പം എൻ്റെ നാട്ടിൽ അത്ര കുഴപ്പമില്ല. അവിടെ ഈ കണ്ടത്തിൽ പാടത്തിൽ ഈ ആമ്പലൊക്കെ മുളച്ചിട്ടുണ്ട്. അത് നല്ല വെള്ളമായിട്ട് ഇങ്ങനെ അലമ്പായിട്ട് നിൽക്കണില്ല. അവിടെ ഒരു വിധം ആമ്പലുണ്ടാവും നിറച്ച്. പിന്നെ ഒരു പ്രത്യേകത വെച്ചാൽ പാടം ഉണ്ടായിരുന്ന സമയത്തേ, നെല്ലുണ്ടായിരുന്ന സമയത്ത് നിറച്ച് തുമ്പികളായിരിക്കും. എന്ത് ഭംഗിയായിരിക്കും എന്നറിയുമ്പോൾ തുമ്പികളെ കാണാനായിട്ട്. പാടത്തിൽ കൂടി നടക്കുമ്പോൾ ഇങ്ങനെ പല കളറിലുള്ള തുമ്പികൾ ഇങ്ങനെ പച്ച തുമ്പികൾ, ചുവന്ന തുമ്പികൾ. ഭയങ്കര ഒരു നൊസ്റ്റാൾജിക്കാണ് അതൊക്കെ.
അതുപോലെ തന്നെ നമ്മൾ കൊയ്ത്ത് കഴിഞ്ഞിട്ട് കയറുമല്ലോ, ഇത് നെല്ല് ആക്കിയെടുക്കാനായിട്ട് മെതിക്കാൻ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ മെതിക്കാനൊക്കെ കയറുമ്പം ആ സ്ഥലങ്ങളിലും അത് നിറച്ച് തുമ്പികളായിരിക്കും. ഇപ്പോൾ പക്ഷെ അങ്ങനെ കൂട്ടായിട്ടുള്ളൊരു തുമ്പികളെ കാണാനില്ല. ശരിക്കും പറഞ്ഞാൽ ഈ ചാർക്കണ പോലെ ഇരിക്കും അങ്ങനത്തെ. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ വെറുതെ ഒരു ഓർമ്മകൾ മാത്രമാണ് ഇതൊക്കെ കാണുമ്പോൾ. ഇപ്പോൾ നമ്മുടെ ഈ കേരളത്തിൽ അതൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മ ഇതൊക്കെ കാണാനായിട്ട് തമിഴ്നാട്ടിലോട്ട് പോകണം. അപ്പോൾ ഇത് അമ്പലത്തിൽ വിളക്കിടാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പോട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.